കേരളത്തിലെ പാലക്കാട് സ്വദേശി നഴ്സായ നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് അംഗീകരിച്ചതു മുതൽ പിന്നീട് അങ്ങോട്ടുള്ള സർക്കാരിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും നിമിഷപ്രിയയുടെ അമ്മയുടെയും അടുത്ത നടപടികളെല്ലാം വളരെ കരുതലോടെയാണ് മലയാളികൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. വധശിക്ഷ പിൻവലിക്കുവാൻ വർഷങ്ങളായി നിരവധി ഗ്രൂപ്പുകളുടെ നിരന്തരമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും എവിടെയും എത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ നിമിഷപ്രിയ ഒരാളെ കൊലപ്പെടുത്തുവാൻ മാത്രം ധൈര്യമുള്ളവളായിരുന്നു. നിമിഷപ്രിയ കൊലപ്പെടുത്തിയ തലാൽ അബ്ദു ആരായിരുന്നു? യമനിലെ നിമിഷപ്രിയയുടെ ക്ലിനിക്കിന്റെ യഥാർത്ഥ ഉടമയാരാണ്? യമനിൽ നഴ്സായി ജോലി ചെയ്തുകൊണ്ടിരുന്ന നിമിഷപ്രിയ 2014 തലാൽ അബ്ദു മഹദിയെ പരിചയപ്പെടുന്നത്. നിമിഷയും കുടുംബവും സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയമായിരുന്നു അത്. അവിദഗ്ധ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന ഭർത്താവ് ടോമി തോമസിന് കുറഞ്ഞ ശമ്പളത്തിൽ കുട്ടിയെ നോക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നതിനാൽ 2014 ഏപ്രിലിലാണ് 1 വയസ്സുള്ള അവരുടെ കുട്ടിയുമായി ടോമി കേരളത്തിലേക്ക് മടങ്ങുന്നത്. ഭർത്താവും ഭാര്യയും ഇരു രാജ്യങ്ങളിലായിരുന്നെങ്കിലും അവരുടെ സ്വപ്നങ്ങൾക്ക് മങ്ങലേറ്റിട്ടുണ്ടായിരുന്നില്ല. നിമിഷയും ഭർത്താവും യമനിൽ ഒരു ചെറിയ ക്ലിനിക്ക് തുടങ്ങുന്നതിനെക്കുറിച്ച് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ലൈസൻസ് പ്രോസസ് ചെയ്യാൻ ഒരു യമൻ പൗരന്റെ സഹായം ആവശ്യമാണെന്നറിഞ്ഞാണ് യമനിൽ തുണിക്കട നടത്തുന്ന തലാലിനെ നിമിഷ സമീപിക്കുന്നത്. തലാലിനെ സമീപിച്ചെങ്കിലും ലൈസൻസിനായി തലാലിന്റെ സൗകര്യം നിമിഷ സ്വീകരിക്കുന്നില്ല. അന്നവൾ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിന്റെ ഉടമയായ അബ്ദുൾ ലത്തീർ നിമിഷ സ്വന്തമായി ക്ലിനിക്ക് ആരംഭിക്കുന്നതിൽ അസ്വസ്ഥനായിരുന്നു. ആദ്യം കുറെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ക്ലിനിക്കിന്റെ 33% ഷെയറിനായി പണം നിക്ഷേപിക്കുവാൻ അവസരം കൊടുത്തതോടെ എതിർപ്പ് മാറ്റി അയാൾ സമ്മതിച്ചു. അതോടെ തലാലിന്റെ സഹായവും ആവശ്യമായി വന്നില്ല. 2015 നിമിഷ തന്റെ ക്ലിനിക്ക് ആരംഭിച്ചെങ്കിലും യമനിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും രാജ്യം പുതിയ വിസ നൽകുന്നത് നിർത്തുകയും ചെയ്തതോടെ ഭർത്താവിനും കുട്ടിക്കും തിരികെ യമനിലേക്ക് വരാൻ കഴിഞ്ഞില്ല. ഇതൊരു അവസരമായി എടുത്ത് തലാൽ നിമിഷയെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. ക്ലിനിക് വളരെ നന്നായി മുന്നോട്ട് പോയി. മെറ്റീരിയലുകൾ ശേഖരിക്കുവാനും കുറച്ച് പണം നൽകുവാനും തലാൽ നിമിഷയെ സഹായിക്കുകയും ചെയ്തു. എന്നിരുന്നാലും തലാലിനെ ഞെട്ടിച്ചത് നിമിഷയുടെ വരുമാനമായിരുന്നു. ഇതോടെ വരുമാനത്തിന്റെ ഒരു വിഹിതം തനിക്ക് നൽകണമെന്ന ആവശ്യവുമായി തലാൽ രംഗത്തെത്തി. പതിയെ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവകാശം ഉറപ്പിക്കുവാൻ തലാൽ ശ്രമിച്ചു. അങ്ങനെ ക്ലിനിക്കിന് വേണ്ടി നിമിഷ വാങ്ങിയ വാഹനങ്ങൾ പോലും തലാൽ തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. നിമിഷ അറിയാതെ തന്നെ അബ്ദുൾ ലത്തീഫിനെ ക്ലിനിക്കിൽ ഉൾപ്പെടുത്തുവാൻ രേഖകൾ തയ്യാറാക്കിയപ്പോൾ ഓഹരി ഉടമയായി തലാൽ തന്റെ പേരും കൂട്ടിച്ചേർത്തു. താമസിയാതെ നിമിഷ അറിയാതെ ലാഭത്തിന്റെ ഒരു വിഹിതം ക്ലിനിക്കിൽ നിന്ന് പിടിക്കുവാൻ തലാൽ തുടങ്ങിയിരുന്നു. ഇതന്വേഷിച്ചപ്പോഴാണ് തലാൽ തന്നെ നിമിഷ തന്റെ ഭാര്യയാണെന്ന് എല്ലാവരോടും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചെന്ന കാര്യം നിമിഷ അറിയുന്നത്. ഭാര്യയുടെ സ്ഥാപനത്തിൽ നിന്നും പണം കൈപ്പറ്റുകയായിരുന്നു എന്നാണ് തലാൽ എല്ലാവരോടും പറഞ്ഞിരുന്നത്. ഇത്തരത്തിൽ ഭാര്യയെ തലാൽ മാനസികമായി പീഡിപ്പിക്കുന്നെന്ന കാര്യം ടോമി വളരെ വൈകിയാണ് അറിയുന്നത്. പിന്നീട് വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തലാൽ തന്റെ വീട്ടുകാരെയും ഇത് വിശ്വസിപ്പിച്ചു. ഒരു തവണ നിമിഷയുടെ കൂടെ തൊടുപുഴ വീട്ടിൽ വന്ന തലാൽ നിമിഷയുടെയും ഭർത്താവിന്റെയും കല്യാണ ആൽബത്തിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുകയും ഇത് മോർഫ് ചെയ്ത് തലാലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ ഉപയോഗിക്കുകയും ചെയ്തു. ശല്യം സഹിക്കവയ്യാതായതോടെ 2016 നിമിഷ പോലീസ് സ്റ്റേഷനെ സമീപിച്ചു. എന്നാൽ ഈ പരാതി ഉന്നയിച്ചതിന് യമൻ നിയമപ്രകാരം തലാലിനൊപ്പം നിമിഷയും അറസ്റ്റ് ചെയ്തു. 16 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ തലാൽ അത് കോടതിയിൽ സമർപ്പിക്കുകയും ഇരുവരെയും വിട്ടയക്കുകയും ചെയ്തു. ഇതോടെ തലാൽ ശാരീരികമായി ആക്രമിക്കുവാനും തുടങ്ങി. നിമിഷയുടെ പാസ്പോർട്ട് എടുക്കുകയും തന്നോടൊപ്പം ജീവിക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്തു. രാത്രിയിൽ തലാൽ തന്റെ സുഹൃത്തുക്കളെ പോലും നിമിഷയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി ലൈംഗിക താല്പര്യങ്ങൾ ചെയ്യുവാൻ നിമിഷയെ നിർബന്ധിക്കാറുണ്ടായിരുന്നു. യമനിൽ രാത്രി സമയത്ത് സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കാറില്ലാതിരുന്നിട്ട് പോലും ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നിമിഷ റോഡിലൂടെ ഓടുമായിരുന്നെന്ന് ദി ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. തലാൽ പാസ്പോർട്ട് പിടിച്ചെടുത്തതിനാൽ നിമിഷയ്ക്ക് രക്ഷപ്പെടുവാൻ മറ്റു മാർഗങ്ങളില്ലായിരുന്നു. അതിനാൽ ക്ലിനിക്കിലെ ഒരാളുടെ നിർദ്ദേശപ്രകാരം തലാലിനെ മയക്കുമരുന്ന് കുത്തിവെച്ച് മയക്കി പാസ്പോർട്ട് എടുക്കാം എന്ന് നിമിഷ പദ്ധതിയിട്ടു. എന്നാൽ സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായതിനാൽ ഇത് തലാലിനെ കാര്യമായി ബാധിച്ചില്ല. എന്നാൽ മറ്റൊരു ദിവസം നിമിഷ വീണ്ടും ഇതേ പദ്ധതി പ്ലാൻ ചെയ്യുകയും അന്ന് വിറയലോടുകൂടി തലാൽ നിലത്തു വീഴുകയും ചെയ്തു. തലാലിനെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ ചെയ്തതല്ലെങ്കിലും ഇത് അയാൾ കൊല്ലപ്പെടുന്നതിന് കാരണമായി. ഭയന്നുപോയ നിമിഷ സുഹൃത്തായ ഹനാനെ വിളിക്കുകയും
ശരീരം മറവ് ചെയ്യുകയും ചെയ്യണമെന്ന് അവൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഉത്കണ്ഠയായ നിമിഷ സെഡേറ്റീവ് ഗുളികകൾ കഴിക്കുകയായിരുന്നു. ഹനാൻ തന്നെയാണ് മൃതദേഹം വെട്ടിമാറ്റി വാട്ടർ ടാങ്കിൽ സംസ്കരിച്ചത്. കേസിൽ കൂട്ടുപ്രതി കൂടിയായ ഹനാനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 2017 ഓഗസ്റ്റിൽ ഹനാനെയും നിമിഷയും അറസ്റ്റ് ചെയ്യുകയും വിചാരണ കോടതി നിമിഷയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. 30-കാരിയായ നിമിഷപ്രിയയ്ക്ക് പലപ്പോഴും ഫോൺ ലഭിക്കാറില്ല. നിമിഷയുടെ ഭാഗം വാദിക്കുവാൻ അഡ്വക്കേറ്റ് ഇല്ല. വ്യാജരേഖകൾ ചമച്ച് തലാലിന്റെ ഭാര്യയാണെന്ന വ്യാജേന നിമിഷ നേരിട്ട് പീഡനം വിളിച്ചു പറയുവാൻ അവിടെ ആരുമില്ല. യമന്റെ തലസ്ഥാന നഗരിയായ സനയിലെ ജയിലിൽ പാർപ്പിച്ചതിനാൽ ബന്ധുക്കൾക്ക് നിമിഷയുടെ അടുത്തെത്തുക പോലും എളുപ്പമല്ല. കോടതി വധശിക്ഷ വിധിച്ചതിനാൽ സഹായത്തിനായി നിരാശയോടെ ഇന്ത്യയിലെ ബന്ധുക്കളെ വിളിക്കാൻ നിമിഷ പരമാവധി ശ്രമിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പറയുന്ന പോലെ ഇന്നലെ പ്രസിഡന്റ് അവളുടെ പേപ്പറിൽ ഒപ്പിട്ടു. നിങ്ങളെല്ലാവരും ഇത്രയും വർഷം വരെയും സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. അവളുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ മക്കൾക്കും നന്ദി പറയുന്നു. കേന്ദ്ര ഗവൺമെന്റ്, കേരള ഗവൺമെന്റ്, കമ്മിറ്റിയിലെ എല്ലാ മക്കളും എല്ലാവരും കൈകോർത്ത് പിടിച്ച് അവളെ എത്രയും വേഗം രക്ഷിക്കണം. ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നാണ് ഞാൻ ഇന്നലെ അറിയുന്നത്. ആ ജീവനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ട എല്ലാറ്റിനും ഞാൻ നന്ദി പറയണു. എത്രയും പെട്ടെന്ന് അവളുടെ ജീവനെ രക്ഷിക്കാനും ജീവനെ നിലനിർത്താനുമായി നിങ്ങൾ എല്ലാവരും സഹായിക്കണം. അവസാനത്തെ ഒരു അപേക്ഷയാണ് എന്റെ. ഒരു വക്കീലിന്റെ നിയമസഹായം പോലും ഇല്ലാത്ത നിമിഷയ്ക്ക് വേണ്ടി എറണാകുളത്ത് വീട്ടുജോലി ചെയ്യുന്ന അമ്മ പ്രേമകുമാരിയും ഭർത്താവും സഹായിക്കുവാനുള്ള വഴി കണ്ടെത്തുവാൻ വാതിലുകൾ മുട്ടുന്നത് തുടരുകയാണ്. എന്നാൽ നിയമ നടപടികളെക്കുറിച്ച് ബോധമുള്ള പലരും പറയുന്നത് നിയമപരമായ സഹായത്തെക്കാൾ എളുപ്പമുള്ള ഓപ്ഷനാണ് ബ്ലഡ് മണി അടയ്ക്കുന്നതെന്നാണ്. നിമിഷപ്രിയയുടെ ലേറ്റസ്റ്റ് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നത് പോലെ നിമിഷയുടെ എക്സിക്യൂഷൻ റിപ്പബ്ലിക് ഓഫ് യമൻ പ്രസിഡന്റ് കൺഫേം ചെയ്തു, അനുമതി നൽകി എന്നത് സത്യമാണ്. നമുക്ക് എംബസിയിൽ നിന്ന് നമുക്ക് ഈ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാമുവൽ, നമ്മുടെ അമ്മയുടെ പവർ ഓഫ് അറ്റോർണി ഹോൾഡറായ സാമുവൽ 2017 മുതൽ നിമിഷയുടെ മോചനത്തിനായി ശ്രമിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹവും ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്ച്വലി 2017 തുടങ്ങി നിമിഷ ജയിലിലാണ്, യമൻ ജയിലിലാണ്. 2019 ഞാൻ നിമിഷപ്രിയയുടെ വാർത്ത കാണുകയും അതിലേക്ക് എന്നാൽ കഴിയുന്ന വിധത്തിൽ പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 2020 ലാസ്റ്റിലെ 21ലാണ് നമുക്കൊരു സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രൂപപ്പെട്ടത്. അപ്പം ഞാനതിൻ്റെ ഗ്ലോബൽ വൈസ് ചെയർപേഴ്സൺ ആയിട്ടാണ് അതിൽ പ്രവർത്തിച്ചിരുന്നത്. എന്തായാലും ഈ കമ്മിറ്റി ഉണ്ടാകുന്നതിന് മുമ്പും എംബസിയുമായിട്ടും അംബാസഡറുമായിട്ടും അതുപോലെ തന്നെ MEA-യുമായിട്ടും ഒക്കെ നിമിഷയുടെ അമ്മ, നിമിഷയുടെ ഭർത്താവ്, നിമിഷയുടെ മോള് നിമിഷ എല്ലാവരുമായിട്ടും ഒരു കോർഡിനേഷൻ ചെയ്തിരുന്ന ആള് എന്ന നിലയിൽ എനിക്കറിയാവുന്ന കുറച്ച് വസ്തുതകൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം ഈ വാർത്ത വന്നതോടെ സത്യത്തിൽ വേദനയുണ്ട്, സങ്കടമുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രീ നെഗോഷിയേഷൻ പ്രൊസീജിയറിലേക്ക് നമ്മൾ ഈ വർഷം ആദ്യം പോയിരുന്നു. $40,000 ഈ നെഗോഷിയേഷൻ പ്രൊസീജിയറിന് വേണ്ടി വരുന്നതെന്ന് നമുക്ക് 2021 തന്നെ അംബാസഡർ നമുക്ക് ഹിന്റ് തന്നിരുന്നതാണ്. അപ്പം അതനുസരിച്ച് നമ്മൾ ഒരു ഫൈനൽ സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷമാണ് നമ്മൾ പ്രൊസീജിയറിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ചതും. അതിനിടയ്ക്ക് കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി എന്നത് സത്യമാണെങ്കിൽ പോലും അതിനൊന്നും ആ വിവാദങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടതുമാണ്. അങ്ങനെ നമ്മൾ ആദ്യ ഗഡു $20,000 നെഗോഷിയേഷന് വേണ്ടി അയച്ചിരുന്നു. അപ്പോൾ ഏപ്രിൽ മാസത്തോടെ നമ്മൾ പണം അയച്ചു. അമ്മ ഇവിടുന്ന് മാർച്ച് മാസം അവസാനത്തോടെ അമ്മ പോയി.
അമ്മ അവിടെ ചെന്നു. അപ്പോൾ ഇപ്പോഴും അമ്മ അവിടെ തന്നെയാണുള്ളത്. ഈ നെഗോഷിയേഷൻ പ്രൊസീജിയറിന്റെ കാര്യങ്ങൾ വളരെ അതീവ രഹസ്യമായിരുന്നു എന്നതും അത് സാധാരണക്കാർക്ക് മനസ്സിലാകുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മീഡിയയിലോ അല്ലെങ്കിൽ മറ്റ് ഇതിലൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അതീവ ഗൗരവതരമുള്ള സ്വഭാവത്തോടു കൂടി ആയതുകൊണ്ട് ഇൻഫർമേഷൻസ് ഒക്കെ വളരെ നിയന്ത്രിച്ചും ഒക്കെയാണ് നമുക്ക് കിട്ടിയിരുന്നത്. അത് അങ്ങനെ ആവുന്നതാണ് ശരിയെന്ന്. കാരണം മാധ്യമങ്ങൾക്കൊക്കെ നമ്മൾ വാർത്തകൾ കൊടുത്താൽ ഇച്ചിരി വാർത്തയെ ഒത്തിരി ആക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അവിടെയും യമനിലും അവർക്ക് അവരുടേതായ ഏജൻസിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ കൊടുക്കുന്ന ഓരോ വാർത്തയും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരുടേതായ ലാംഗ്വേജിൽ പ്രാദേശിക ഭാഷയിൽ അവർക്ക് കേൾക്കാൻ കഴിയുന്ന സംവിധാനങ്ങളൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ളത് കൊണ്ട് നിമിഷയുടെ മോചനത്തെ അത് വളരെയധികം ബാധിക്കുമെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ വാർത്തകളൊന്നും തന്നെ കൊടുക്കാറില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ നെഗോഷിയേഷൻ ടീമിന് നേരത്തെ തന്നെ അവരെ കൊണ്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിച്ചിട്ടാണ്, അതായത് വാർത്തകളൊന്നും പുറത്തു പോവില്ല എന്നൊരു ഉറപ്പ് നൽകിയത് പോയതിനു ശേഷമാണ് അവര് ആ ടീമിൽ ആരൊക്കെയാണെന്ന് പോലും തീർച്ചയായിട്ടും എനിക്ക് അറിയില്ല. ഇത്രയും ടീം അംഗങ്ങളുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നെങ്കിൽ പോലും നമ്മൾ അതിനെക്കുറിച്ച് സക്സസ് ആയിരുന്നു, ഫാമിലിയെ കണ്ടു, ഫാമിലിയുമായിട്ട് ചർച്ചകൾ നടത്തി വരുന്നു. പക്ഷെ ഫാമിലി ഇതുവരെ പോസിറ്റീവായിട്ട് യെസ് ഞങ്ങൾ ബ്ലഡ് മണി അക്സെപ്റ്റ് ചെയ്യാമെന്നൊരു ധാരണയിൽ എത്തിയിട്ടില്ല. അത് നെഗോഷിയേഷൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പൊ ഈ ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊരു എക്സിക്യൂഷന് ഒരു അനുമതി കിട്ടിയതാണ് നമുക്ക് ഒരു അല്പം വേദനയോടെ നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പൊ ഇനി എന്ത് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. കേന്ദ്ര സർക്കാർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ലോയറാണ് ഈ കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെഗോഷിയേഷനുള്ള അല്ലെ പ്രീ നെഗോഷിയേഷനുള്ള കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ നിയമിച്ചിട്ടുള്ള അഭിഭാഷകൻ തന്നെയാണ്. ട്രൈബൽ ലീഡേഴ്സും കുടുംബവുമായിട്ടാണ് ചർച്ചകളൊക്കെ നടക്കുന്നത്. ഇപ്പൊ നമുക്ക് അവിടെ ഒരു അംബാസിഡർ നേരത്തെ ചന്ദ്രമൗലി സാർ ആയിരുന്നു, അദ്ദേഹം അവിടുന്ന് പോന്നു. അപ്പൊ എംബസി അവിടുന്ന് ഒരു യമനിൽ എംബസി ഇല്ലാത്തതൊരു വലിയ സങ്കടം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കാര്യങ്ങളൊക്കെ തുറന്നു പറയാനും അറിയാനും ഒക്കെയുള്ള സാധ്യതകൾക്കൊരു പരിമിതികളുണ്ട്. എന്നിരുന്നാലും ഇപ്പോ ഒരുപക്ഷെ കുടുംബം ഈ ഒരു മാസത്തെ സമയമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഒരു മാസം കൊണ്ട് കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കാമെന്നൊരു ധാരണയിലെത്തിയാൽ തീർച്ചയായും നിമിഷപ്രിയയ്ക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ടെന്ന് തന്നെ വിശ്വസിക്കാനാണ് ഞങ്ങൾക്കും കമ്മിറ്റിക്കും അതുപോലെ തന്നെ നിമിഷയുടെ മോചനം ആഗ്രഹിക്കുന്ന പലരും വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അങ്ങനെ തന്നെയാവാം. ഒരു ബ്ലഡ് മണി ഇപ്പം അവസാന സ്റ്റേജിൽ ഇപ്പം എനിക്ക് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, നമ്മൾ ഇപ്പോൾ അവർ അഥവാ ആക്സെപ്റ്റ് ചെയ്താൽ ബ്ലഡ് മണി നമ്മുടെ കയ്യിലുണ്ടാവണം, നമ്മൾ അത് കൊടുക്കാനുള്ള ഒരു ഗ്യാരണ്ടിയർ വേണം. അപ്പൊ അങ്ങനെയാവുന്ന സാഹചര്യത്തിൽ നമുക്കിനി എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും പിന്തുണയും ആവശ്യമുണ്ട്. ഒന്നാം ഘട്ട ബ്ലഡ് മണി നമ്മൾ അയച്ചതിന് ശേഷം കഴിഞ്ഞ ജൂലൈ മുതൽ ഈ നാഴിക വരെ നമ്മൾ രണ്ടാം ഘട്ട ബ്ലഡ് മണി അയക്കാനായിട്ട് കുറച്ച് താമസം എടുത്തു. അത് പബ്ലിക്കിൽ നിന്ന് നമ്മൾ സ്വരൂപിച്ച പണം തന്നെയാണ് നമ്മൾ ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ഒക്കെ അയക്കേണ്ടിയിരുന്നത്. പക്ഷേ ആക്ഷൻ കൗൺസിലിൽ ഏതാനും പേർക്ക് ആദ്യഘട്ടത്തിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടാതെ പണം അയക്കാൻ കഴിയില്ല എന്ന് കർശനമായ ചില നിലപാടുകൾ എടുത്തതാണ് നമുക്ക് പണം അയക്കാൻ ഡിലേ ആയിപ്പോയത്. അപ്പോൾ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്കും മജോറിറ്റിയുടെ തീരുമാനം അനുസരിച്ചാണ് നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേയിൽ രണ്ടാം ഘട്ട ചർച്ചകൾക്കായിട്ടുള്ള പണം MEA വഴി എംബസി വഴി ലോയറിലേക്ക് അയക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനിയും എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരുമയോടെ നിമിഷയുടെ മോചനത്തിനായി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. എന്നാൽ ബ്ലഡ് മണി സ്വീകരിക്കുവാനും നിമിഷയ്ക്ക് മാപ്പ് നൽകി തിരിച്ചയക്കുവാനും യമൻ പൗരന്റെ കുടുംബം തയ്യാറാകണം. വിദേശ രാജ്യത്ത് നിമിഷ നേരിട്ടത് കൊടിയ പീഡനങ്ങളാണ്. അവൾ ഒറ്റയ്ക്കുണ്ടാക്കിയ ക്ലിനിക് മറ്റുള്ളവർ ചതിച്ച് കരസ്ഥമാക്കിയപ്പോഴും ക്രൂര പീഡനങ്ങൾക്കിരയായപ്പോഴും അവൾക്ക് സഹായവുമായി ആരും എത്തിയില്ല. ഇനിയെങ്കിലും മനഃപൂർവ്വമല്ലാത്ത തെറ്റിന് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ ലഭിച്ചുകൂടാ. അതിന് കേന്ദ്രവും സന്നദ്ധ പ്രവർത്തകരും നടത്തുന്ന ശ്രമങ്ങൾ ഫലം കാണട്ടെ. വിദേശ മണ്ണിൽ അനീതിയുടെ കണ്ണീരിൽ കലങ്ങിയ ജീവിതങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ.